ഇപ്പോഴിതാ പാകിസ്ഥാനിലെ പല നിരീക്ഷകരും പ്രതിരോധ രാഷ്ട്രീയ വിശകലന വിദഗ്ധരും പാകിസ്ഥാനെ തെറി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം പാകിസ്ഥാൻ എന്തിനാണ് ഇന്ത്യയുടെ വാർത്തകൾ ഇത്രയും ഭീകരമായി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ നടക്കുന്ന പല കാര്യങ്ങളും പാകിസ്ഥാനിൽ ബൂസ്റ്റ് ചെയ്ത് ഇവർ കൊടുക്കുന്നു. എന്നാൽ പാകിസ്ഥാനിൽ നടക്കുന്ന പല കാര്യങ്ങൾ അവ സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വൈദ്യുതി പ്രശ്നങ്ങൾ, തീവ്രവാദ ആക്രമണം, ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺഖ തുടങ്ങിയ പ്രദേശത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പാക് മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. ഇത് ആത്യന്തികമായി പാകിസ്ഥാന് വലിയ തിരിച്ചടി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഈ വിശകലന വിദഗ്ധർ പ്രധാനമായും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള വാർത്തകൾക്ക് കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അതായത് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇന്ത്യയുടെ വികസനങ്ങളും മറ്റും കാണുമ്പോൾ വലിയ രീതിയിൽ അതിൽ ആകർഷകരാകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇവർ അതിലേക്ക് പോകുന്നതെന്നാണ് ഈ നിരീക്ഷകർ പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങൾ വൈകാരികമായ പ്രതികരണം സൃഷ്ടിക്കുന്നതിനാൽ മാധ്യമങ്ങൾ അവയ്ക്ക് കൂടുതൽ സമയം നൽകുന്നു. അതിനിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത് കുറയുന്നു എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് നേരെ ഇവർ ഉയർത്തുന്ന വിമർശനം. ഇത് അവരുടെ വിശകലനമാണ്. എന്തായാലും ഇന്ത്യ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇതിൽ നേരിട്ട് യാതൊരുവിധ സ്വാധീനവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകരെയും പൊതുചർച്ചയെയും കുറിച്ചുള്ള വിമർശനമാണ്. എന്നാൽ ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ചില ബുദ്ധിജീവികളും വിശകലന വിദഗ്ധരും രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം എന്ന് ആവശ്യപ്പെടുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.